ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ രാജയോഗം തേടിയെത്തിയിരിക്കുന്നത്, അതായത് രാജയോഗ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ നക്ഷത്രം എന്ന് പറയുന്നത് ഒന്നാമത്തെ നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാനുകൂലമായ സമയമാണ്. അത് കൊച്ചുകുട്ടിയായാലും മുതിർന്നവരായാലും ആർക്കായാലും വളരെയധികം അനുകൂല സമയമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിത്തത്തിനൊക്കെ വളരെ ബെറ്ററായ ടൈമാണ്. അവർക്ക് അതുപോലെ മുതിർന്നവരാണെങ്കിൽ അവർ എന്ത് കാര്യം ആഗ്രഹിച്ചാലും എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് അവർക്ക് ഉറപ്പായും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഉദ്യോഗത്തിലൊക്കെ കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാനുള്ള ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതായിരിക്കും. അതുപോലെ ഭരണി നക്ഷത്രത്തിന് രാജയോഗത്തിൻ്റെ സമയമാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതായിരിക്കും. സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. ഈശ്വരാരാധന ഒരിക്കലും മുടക്കരുത്. എല്ലാ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഒക്കുമെങ്കിൽ രാമായണവും വായിക്കാൻ നോക്കുക. അതുപോലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും, അതായത് വീടിനോട് അടുത്തുള്ള ക്ഷേത്രത്തിൽ. അതുപോലെ കാർത്തിക നക്ഷത്രത്തിന് സർവ്വവിധ ഐശ്വര്യമാണ് ഫലം. ഇവർക്ക് ആണെന്നില്ല ബിസിനസ്സിൽ വളരെയധികം പുരോഗതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പുതിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ആരോഗ്യകാര്യം, അതായത് ആരോഗ്യത്തിൽ ഇവർ എന്തിനൊക്കെയും മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ അതൊക്കെ ഇപ്പം നിർത്തി ഇവർക്ക് ആരോഗ്യമൊക്കെ വളരെയധികം മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവർ സുബ്രഹ്മണ്യ ഭജന ഒരിക്കലും മുടക്കരുത്. സുബ്രഹ്മണ്യ സ്വാമിയെ എന്നും ഭജിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതായിരിക്കും കാർത്തിക നക്ഷത്രക്കാരെ. അതുപോലെ ഇവർ ഭാഗ്യക്കുറി, അതുപോലെ ചിട്ടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പറഞ്ഞത്, സർവ്വ ഐശ്വര്യമാണ് ബലമായിട്ടുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരത്തിന് വളരെയധികം നല്ല സമയമാണ്. സ്ഥലവും വീടും ഒക്കെ വാങ്ങുന്നതിനും വീടൊക്കെ മൂടി പിടിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. അതുപോലെ ഇവരേക്ക് നാനാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും ഇവർക്ക്. അതായത് എല്ലാ തരത്തിലും സർക്കാരിൽ നിന്നും ഒക്കെ അനുകൂല ഫലമായിരിക്കും ഇവർക്ക് കിട്ടുക. അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഇവർക്ക് പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ ദാമ്പത്യ സൗഖ്യത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും പൂരം നക്ഷത്രക്കാർ. അതുപോലെ അടുത്ത് നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുകയും അവിടെ ഭഗവാന് തുളസിമാല വാങ്ങിക്കൊടുക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിയിടുന്നതോ ഒക്കെ വളരെ ഉത്തമമായിരിക്കും. ഇവർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലമായിട്ടുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു നക്ഷത്രമാണിത്. അതായത് എല്ലാ തരത്തിലും സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്ന സമയമാണ്. കൃഷിയിലൊക്കെ വളരെയധികം പുരോഗതി ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അതുപോലെ തന്നെ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അതായത് ശിവാരാധന മുടക്കരുത്. ക്ഷേത്രത്തിൽ പോവുകയും കൂളത്തുമാല മേടിച്ചു കൊടുക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിന് ഈ കർക്കിടക മാസം വളരെ അനുകൂല ഫലമാണ് ഇവർക്ക് തരുന്നത്. ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് സന്താന ലബ്ധിക്കും ഒക്കെ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇവരെപ്പോഴും പ്രാർത്ഥനയിലും ഭഗവത് ചിന്തയിലും ഇരിക്കേണ്ടതാണ്. അതുപോലെ ഇവർക്ക് ദാമ്പത്യ സൗഖ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വിദേശ ജോലിക്ക്, അതായത് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ തരത്തിലും അനുകൂലമായ ഒരു സമയമായിരിക്കും രോഹിണി നക്ഷത്രത്തിന്. അതുപോലെ തന്നെ രാജയോഗം ഉദിച്ചിരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് അതായത് ഈ കർക്കിടക മാസത്തിൽ രാജയോഗ തുല്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത്. മകം അതായത് മുടങ്ങിക്കിടന്ന പെൻഷൻ അതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അവർക്ക് ഗ്രഹം ഓടി പിടിപ്പിക്കാൻ സാധിക്കും. കാലങ്ങളായി
ഇവരെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ നക്ഷത്രക്കാരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലേ